കരൂർ അപകടത്തിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒളിവിലായിരുന്ന TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനാണ് അറസ്റ്റിലായത്. അതിനിടെ വിജയുടെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കളുടെ യോഗം ചേർന്നു. പട്ടിണംപാക്കത്തെ വിജയുടെ ഫ്ളാറ്റിലായിരുന്നു യോഗം. യോഗത്തിന് ശേഷം വിജയ് നീലാങ്കരയിലെ വീട്ടിലേക്ക് മടങ്ങി. മുഹമ്മദ് റഹീസ് കരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഹീസ്, ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു തുടക്കം മാത്രമാണ്. കരൂർ മേഖലയിലെ ഇതിന്റെ സംഘാടനത്തിന് നേതൃത്വം വഹിച്ച പ്രധാനപ്പെട്ട നേതാക്കളാകെ അറസ്റ്റിലാകും. FIR-ലുള്ളത് അങ്ങേയറ്റം ഗുരുതര പരാമർശങ്ങളാണ്. എന്താണ് പോലീസ് നൽകുന്ന പുതിയ വിവരങ്ങൾ റഹീസ്? വിജയകുമാർ, കരൂർ അപകടത്തിൽ, കരൂർ ദുരന്തത്തിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. TVKയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ അറസ്റ്റിലായിരിക്കുന്നു. ഇയാളെ കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഒരു നീക്കം നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി. അങ്ങനെ ഇയാളുടെ വീട്ടിലെത്തി പോലീസ് ഇന്ന് രാവിലെ മുതൽ പലതവണ ഇയാൾ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇയാൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അതിന് പിന്നാലെ ഇയാൾ ഒളിവിലാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നു. അങ്ങനെ രാത്രി നടത്തിയ തെരച്ചിലാണ് ഇദ്ദേഹത്തിനെ ഈ കരൂരിന്റെ ചില പ്രദേശങ്ങൾ, കരൂരിന്റെ ഔട്ടർ ഏരിയയിൽ നിന്ന് ലഭിച്ചു എന്നാണ് പറയുന്നത്. അതായത് ജില്ലയുടെ അതിർത്തിയിലെ ചില പ്രദേശങ്ങളിൽ നിന്നാണ് ഇദ്ദേഹത്തിനെ ലഭിച്ചത്, ഇദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒളിവിൽ കഴിഞ്ഞ മതിയഴകൻ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അറസ്റ്റിലായിരിക്കുന്നു. TVKയുടെ ഒരു രീതി പ്രകാരം, അല്ലെങ്കിൽ പൊതുവെ രാഷ്ട്രീയ പാർട്ടികളുടെ രീതി പ്രകാരം ഈ ഒരു ജില്ലാ സെക്രട്ടറി ആയിരിക്കും പ്രധാനമായിട്ടും, ജില്ലാ ഭാരവാഹികളിൽ ആരെങ്കിലും ഒരാളായിരിക്കും പോലീസിന്റെ അനുമതി തേടുക ഈ ഒരു പരിപാടി നടത്താനായി. അപ്പോൾ വിജയുടെ തമിഴ്നാട്ടിലെ ഈ ഒരു പര്യടനത്തിന്റെ ഭാഗമായി കരൂരിൽ വെച്ച് നടക്കുന്ന പരിപാടിക്ക് ഈ ഒരു ഉദ്ഘാടന വേദിയൊക്കെ സംബന്ധിച്ചുള്ള അനുമതി തേടാൻ പോലീസിനെ സമീപിച്ചത് മതിയഴകനാണ്. അപ്പോൾ മതിയഴകന്റെ പേരിൽ ആണ്, അദ്ദേഹത്തിനെതിരെയാണ് ആദ്യം തന്നെ പോലീസ് കേസെടുക്കുകയും ചെയ്തത്. പിന്നെയാണ് TVK ജനറൽ സെക്രട്ടറി ഈ മതിയഴകൻ ഒരു പ്രാദേശിക നേതാവാണല്ലോ, ആ കരൂരിലെ ഒരു പ്രാദേശിക നേതാവാണല്ലോ. ഇപ്പോൾ വിജയുടെ പാർട്ടിയിലെ TVKയിലെ സംസ്ഥാന നേതാക്കൾക്ക് ഇതിന്റെ സമ്പൂർണ്ണ ചുമതലയുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ശനിയാഴ്ചകൾ തോറും നടക്കുന്ന റാലിയുടെ, പൊതുയോഗങ്ങളുടെ സമ്പൂർണ്ണ ചുമതലയുള്ള നേതാക്കന്മാരുണ്ട്. അവരൊക്കെ ഒളിവിലാണോ, അതോ അവരൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നുണ്ടോ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രതികരിക്കുന്നുണ്ടോ? അവരും നിലവിൽ ഈ അതിൽ ഉൾപ്പെട്ട ആളുകളാണല്ലോ. വിജയകുമാർ, നിലവിൽ ഇവരാരും ഒളിവിലല്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കാരണം പ്രത്യേകിച്ച് ഇന്ന് വിജയ് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ വെച്ചിട്ട് ഈ TVK നേതാക്കളുടെ ഒക്കെ യോഗം ചേർന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പല നേതാക്കളും നേരിട്ടെത്തി തന്നെയാണ് പങ്കെടുത്തത് എന്നാണ് അറിയുന്നത്. അതിൽ ആരൊക്കെ നേരിട്ടെത്തിയെന്ന് അറിയില്ല. കാരണം ഈ ഫ്ളാറ്റിന് രണ്ട് വഴിയുള്ളതിനാൽ തന്നെ വിജയ് കയറിപ്പോയ വഴിയിലല്ല അദ്ദേഹം രാത്രി ഇറങ്ങി വന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഈ ഫ്ളാറ്റിന്റെ ഒരു വശത്തു കൂടിയല്ല, മറുവശത്തു കൂടിയാണ് അകത്തേക്ക് കയറിയത്. അത് ഏതാണ്ട് ഉച്ചയ്ക്ക് 12:30 തുടങ്ങിയ യോഗം അത് 8 മണിവരെ നീണ്ടു നിന്നാണെന്നാണ് പറയുന്നത്. വിജയ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെയും ഉടൻ പുറത്തു വരും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഈ N ആനന്ദും ആദവ് അർജുനയും CTR നിർമ്മൽകുമാറും അടക്കമുള്ള നേതാക്കളാണ് പ്രധാനമായിട്ടും TVKക്ക് വിജയ് അല്ലാതെ ഉള്ളത്. അതിൽ തന്നെ നേരത്തെ വിജയകുമാർ പറഞ്ഞ ഈ ഒരു പരിപാടിയുടെ മുഴുവൻ കോർഡിനേഷൻ നൽകിയിരിക്കുന്നത് CTR നിർമ്മൽകുമാറിനാണ്. അദ്ദേഹം TVKയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ പോലീസ്, കരൂരിലെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നാമക്കൽ പോലീസും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം N ആനന്ദ്, അതായത് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള N ആനന്ദ്, അദ്ദേഹത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് നേതാക്കളിലേക്ക് ഈ അറസ്റ്റ് നീളുമോ എന്നുള്ളതാണ് നാളെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായിരിക്കും. അതിൽ തന്നെ N ആനന്ദിനോട് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് പോലീസ് പറഞ്ഞിട്ടുള്ളതായി ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഒളിവിലല്ല എന്ന വിവരമാണ് പോലീസിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് N ആനന്ദിനെ പോലൊരു നേതാവൊക്കെയും ഒളിവിൽ പോയി കഴിഞ്ഞാൽ അത് TVKയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായിരിക്കും. അതിനപ്പുറം TVKയുടെ ഓരോ കാര്യങ്ങളും ഇത്രയും പ്രതിസന്ധിയിലായി നിൽക്കുന്ന സമയത്ത് അതിന് ചുക്കാൻ പിടിക്കേണ്ട വിജയ്ക്ക് ഇതുവരെയും ബുദ്ധി ഓതിക്കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കൂടി മാനേജ് ചെയ്യേണ്ട ചുമതല N ആനന്ദിനുണ്ട്. അപ്പോൾ അദ്ദേഹം അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഒളിവിലൊന്നുമല്ല. ഉടൻ തന്നെ ഇവരടക്കം ചിലർ മാധ്യമങ്ങളെ കാണാനൊക്കെ ശ്രമമുണ്ടാകും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ N ആനന്ദ്, ഒപ്പം തന്നെ CTR നിർമ്മൽകുമാർ, ഇവർ രണ്ടുപേരും എപ്പോൾ അറസ്റ്റിലാകുമെന്നുള്ള ചോദ്യമാണ് ഇനി മുന്നോട്ട് വരുന്നത്. ഇതിൽ കേസിൽ 1-ാം പ്രതിയായിട്ടാണ് ഈ മതിയഴകനെ ചേർത്തിരിക്കുന്നത്. അദ്ദേഹം അതിന് അനുമതി തേടിയത് കൊണ്ട് തന്നെ അദ്ദേഹമാണ് 1-ാം പ്രതിയായി വരിക. മറ്റു രണ്ടുപേരും പിന്നീടുള്ള പ്രതികളാണ്. ഈ 3 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. അതിൽ ഈ നാമക്കലിൽ കേസെടുത്തത് നാമക്കൽ ജില്ലാ സെക്രട്ടറിയുടെ പേര് കൂടി ചേർത്തിട്ടാണ് കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ
പക്ഷെ നാമക്കലിൽ അത്തരത്തിലൊരു അറസ്റ്റിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട്. ശരി റഹീസ്, കരൂരിൽ നിന്നാണ് റഹീസ് വിവരങ്ങൾ നൽകുന്നത്. ഈ കരൂരിലെ TVKയുടെ പ്രാദേശിക നേതാവ് വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനാണ് അറസ്റ്റിലായത്. ഇയാൾ ഏതാണ്ട് ഒളിവിലായിരുന്നു. ഇപ്പോൾ വിജയുടെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കൾ ഇന്ന് യോഗം ചേർന്ന് ഇനി തുടർ നടപടികൾ എന്തൊക്കെ എന്നതിൽ ഏകദേശ ധാരണയിലെത്തിയിട്ടുണ്ട്. പക്ഷേ വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല. നിയമപരമായ നടപടികൾ അതേ നിലയിൽ നേരിടാം എന്നുള്ളതാണ് TVK നേതാക്കളുടെ നിലപാട് എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ നീക്കങ്ങളിലേക്ക് പോലീസ് അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ കടന്നേക്കുമെന്നും റിപ്പോർട്ടുകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.